ഇപ്പോൾ പുതിയൊരാക്ഷേപം വന്നിരിക്കുന്നത് ഉദ്ഘാടന മാമാങ്കങ്ങൾ, കാട്ടാക്കട MLA ഉദ്ഘാടന മാമാങ്കങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുന്നു. ശരിക്കും അത് ബോധപൂർവമായിട്ടുള്ള ഉദ്ഘാടനങ്ങളാണോ അതോ ശരിക്കും ആ ഉദ്ഘാടനങ്ങൾ അനിവാര്യമായിരുന്നതാണോ? പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ഉദ്ഘാടനം നടത്തിയ പരാതിയില്ലല്ലോ. ഇല്ലല്ലോ. അല്ല, അതിന് മുമ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപിടിച്ച ഓട്ടമായിരുന്നു. 5 വർഷം ഒരു MLAക്ക് ഒരു ഗവൺമെന്റിന് കാലാവധിയുണ്ട്. ആ 5 വർഷത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങൾ ചിലത് വേഗത്തിൽ നടക്കും, ചിലത് സമയമെടുക്കും. അപ്പോൾ ഉദാഹരണത്തിന് മലയൻകീഴ് പള്ളിച്ചൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുളയ്ക്കൽ പ്രദേശത്ത് ചട്ടമ്പി സ്വാമികളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ മാതൃവിഗ്രഹം ചരിത്ര സ്മാരകമാക്കാൻ വേണ്ടിയിട്ടുള്ള അതിതുപോലെയാണ് നീണ്ട നടപടിക്രമങ്ങൾ. കഴിഞ്ഞ മാസമാണ് അതിൻ്റെ സാങ്കേതിക അനുമതി ലഭ്യമായത്. ഇനി ടെൻഡറിലേക്ക് പോയാൽ മതി. ഇതെന്തുകൊണ്ട് ഒരു മാസം മുമ്പ് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ 2 മാസം മുമ്പ് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ആ സർക്കാരിൻ്റെ നടപടിക്രമം, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെ നടന്നു പോയി. അത് നമ്മൾ വിശദീകരിക്കാൻ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പോൾ സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റൂ. എനിക്കിപ്പോൾ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യണം, ഇപ്പോൾ ചട്ടമ്പി സ്വാമി സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? സാങ്കേതിക അനുമതി ലഭ്യമായി കരാർ ഒപ്പിട്ടാലേ ഉദ്ഘാടനം നടത്താൻ. അത് അല്ല, നമുക്കിപ്പോൾ MLAക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മളൊരു പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സാധനം അല്പം വൈകിപ്പിച്ചിട്ട് ആ സമയത്ത് ഉദ്ഘാടിക്കാം അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇതിനകത്തുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഭിന്നശേഷി ഗ്രാമം, ഇപ്പം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് നമുക്ക് ലക്ഷ്യം കാണാൻ പറ്റിയില്ല. ലെനിൻ രാജേന്ദ്രൻ്റെ പേരിൽ ഒരു സ്മാരകം വരാൻ പോകുന്നു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയെല്ലാം തുടർന്നു വരികയാണ്. അതും പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനോടൊപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് മഹാനായ അയ്യൻകാളിയുടെ പേരിലൊരു സ്കൂളിൻ്റെ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അത് ഇതിനോട് ചേർത്താണ് വായിക്കുന്നത്. എന്താണ് അത് അത്രയും ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കിടപ്പുണ്ട്. ചുറ്റുമതിൽ പൂർത്തിയായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാൽ ഒന്ന് അന്വേഷിക്കണം, അവിടെ പോകണം, പോയിട്ട് മനസ്സിലാക്കുക. എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ ലാല് പറയുന്നത് വരെ ഇങ്ങനെ ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ല. ഞാനാണ് പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്ത്, നന്നായി പെയിന്റ് ചെയ്തിരിക്കുന്നു, നല്ല സ്ട്രക്ചറാണ്. അല്ല, അവിടെ അതിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു അടങ്കൽ തുകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള തുക അത്രയും അതിനകത്ത് ആവശ്യമുണ്ടോ, അതിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അത്രയും അവിടെ വിനിയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളാണ്. അത് ഏതൊരു പൗരനും, അതിന് MLAയോ ജനപ്രതി ഒന്നും ആവണ്ട, ഏതൊരു പൗരനും ഇതിനെ സംബന്ധിച്ച് സംശയം ചോദിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ആ ബോർഡ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോൾ PWD പ്രവൃത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് വയ്ക്കും, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. താഴെ എഞ്ചിനീയറുടെ നമ്പർ, കരാറുകാരൻ്റെ നമ്പർ, വിളിച്ച് ചോദിക്കാം. ഒന്നും വേണ്ട, വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചാൽ ഇതിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളും കിട്ടും. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ആരുടെയും ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല, നമ്മൾ കർശനമായി നേരിടും. ഇത് പക്ഷേ ഇങ്ങനെ ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കാട്ടാക്കടയിൽ കുളത്തോട്ട് മലയിൽ ഈ അടുത്ത സമയത്തായിട്ട് ഒരു റെസ്റ്റ് ഹൗസ്, PWD റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ അതിനെ ക്രമീകരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയത്? അല്ല, ഇലക്ട്രിക് കണക്ഷൻ കിട്ടാനൊരു താമസം വന്നു. ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കെയർ ടേക്കറുടെ നിയമനം നടക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ലാൽ ചോദിക്കുമ്പോഴാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അതും ഉടൻ നടക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ കഴിഞ്ഞതാണ്. അത് കാട്ടാക്കടയിലെ ഒരു വലിയ നേട്ടമായി, ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി അത് മാറുന്ന കാര്യത്തിൽ അത് സംശയമില്ല.